ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിസ് ബാസ് പേഷ്യൻ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ് ബാസ് പേഷ്യനിലോട്ട് സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മൾ സോങ്സ് മാത്രമല്ല കേട്ടോ വിടുന്നത്, കുറച്ചായിട്ട് ക്രാഫ്റ്റ്സും വിടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കലാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് പിക്ചേഴ്സ് സെലക്ട് ചെയ്ത് പിൻട്രസ്റ്റിലോ അല്ലെങ്കിൽ കോപ്പി ആപ്പ് അങ്ങനത്തെ കുറേ ആപ്പുകളുണ്ട്, അതിലോ അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ടും വരയ്ക്കാം, അല്ലെങ്കിൽ ട്രൈസ് ചെയ്തെടുക്കാം. കടയിൽ പോയിട്ടും വീട്ടിൽ നിന്നും ട്രൈസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഞാനവിടെ ട്രൈസ് ചെയ്തിട്ട് കുറച്ച് ക്യൂട്ട് പിക്ചേഴ്സ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കളർ ചെയ്ത് ഔട്ട്ലൈൻ കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഓയിൽ പേസ്റ്റായിട്ടോ കളർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതേപോലത്തെ സ്കെച്ച് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് ക്രയോൺസ് ആയിട്ടൊക്കെ കളർ ചെയ്യാം. ഞാനിവിടെ ഓയിൽ പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഓയിൽ പേസ്റ്റ്. മൊത്തം 25 കളേഴ്സാണ് ഇതിൽ വരുന്നത്. അതിൻ്റെ ഒപ്പം ഇത് പിന്നെ നമുക്ക് വയ്ക്കുമ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ആക്കാനുള്ള ഒരു ഇതാണ് ക്യാമലിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇതിൽ മൊത്തം 25 കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കളർ ചെയ്യാൻ കമോൺ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫുള്ളായിട്ട് കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ക്ലിയർ ടാപ്പ് എടുത്തിട്ട് ഈ പിക്ചറിൻ്റെ മേലെ ഫുള്ളായിട്ടൊന്ന് ഒരു ചുളുക്ക് പോലും ഇല്ലാണ്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നാലേ കുറച്ചുകൂടി നീറ്റിൽ കിട്ടുള്ളൂ. ഫ്രണ്ട്സ് ശ്രദ്ധിക്കുക, കുറച്ചുകൂടി നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ചുളുക്കും ഇല്ലാണ്ട് നല്ല വൃത്തിക്ക് ആക്കിയിട്ട് ടാപ്പ് ഒട്ടിക്കാൻ പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കൊരു ടാപ്പ് ഇതേപോലെ ഒരു ചുളിവില്ലാണ്ട് ഇതിൻ്റെ മേലെ കൂടി ഇങ്ങനെ നല്ല നീറ്റായിട്ട് ഒട്ടിച്ചു കൊണ്ട് ഞാൻ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ഇതൊക്കെ ഒന്ന് കട്ടൗട്ട് ആക്കിയെടുക്കണം. കമോൺ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ഫുള്ളായിട്ട് കട്ടൗട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ബട്ടർ പേപ്പർ എടുക്കാം. പിന്നെ ഫ്രണ്ട്സ്, ബട്ടർ പേപ്പർ കിട്ടിയില്ലെങ്കിൽ നമ്മൾ നെയിം സ്ലിപ്പൊക്കെ വാങ്ങിക്കാൻ ബാക്കിൽ ബാക്കി കിട്ടുന്ന ആ ഒരു ഭാഗം എടുത്താലും മതി. ഞാനിവിടെ ഇങ്ങനത്തെ ഒരു ബട്ടർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ വീണ്ടും ക്ലിയർ ടാപ്പ് എടുത്തിട്ട് ഈ ബട്ടർ പേപ്പറിന് നിന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, നേരത്തെ പോലെ തന്നെ തീരെ ചുളിവ് ഒന്നും പാടില്ലാതെ തന്നെ വേണം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ടാപ്പ് പിന്നെ കട്ട് ചെയ്യുമ്പോഴും ചുളിവൊന്നും ഇല്ലാണ്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നാലേ ഒട്ടിക്കുമ്പോഴും കുറച്ചുകൂടി ചുളിവില്ലാണ്ട് നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പണി എടുക്കേണ്ടി വരും കേട്ടോ. സെല്ലോ ടാപ്പ് വീണ്ടും ഒട്ടിക്കണം, ഈ ക്ലിയർ ടാപ്പ്. പിന്നെ നമ്മൾ ട്രേസ് ചെയ്തെടുത്ത പിക്ചേഴ്സ് ഓരോന്നായിട്ട് ഇതേപോലെ ആ ഒരു നമ്മൾ ക്ലിയർ ടാപ്പ് ഒട്ടിച്ച ആ ഭാഗത്ത് ഇതേപോലെ ഇങ്ങനെ വെക്കാം. പിന്നെ നമ്മൾ ഇതേപോലെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്, വൈറ്റ് സ്പേസ് വേണമെങ്കിൽ വിട്ടാൽ മതി. ഞാൻ ഇവിടെ വൈറ്റ് സ്പേസ് വിടാണ്ടാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത് പിക്ചേഴ്സ്. പക്ഷേ എന്നാലും നമ്മൾ ഈ സ്റ്റിക്കേഴ്സ് കട്ട് ചെയ്യുന്ന സമയത്ത് വൈറ്റ് സ്പേസ് വിടണം. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക.
അപ്പം ഞാനിവിടെ മൊത്തം ഒരു 7 സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഇതേപോലെ നിരത്തി വെച്ചെടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ മേലെ കൂടി ക്ലിയർ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇതിവിടെ ഫുള്ള് ക്ലിയർ ടാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വീണ്ടും കട്ടൗട്ടാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രേ ഉള്ളൂ. നമ്മൾ സ്റ്റിക്കേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെങ്ങനെ വർക്കാവുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ഈ ഒരു ബട്ടർ പേപ്പർ കൊടുത്ത ഭാഗം ജസ്റ്റ് ഒന്നിനെ ഇവിടെ തന്നെ പ്രസ് ചെയ്താൽ ഇവിടെ തന്നെ ഊരാൻ വേണ്ടിയിട്ടൊരു ഗ്യാപ്പ് കിട്ടും. ആ ഗ്യാപ്പിൽ കൂടി ഊരി കൊടുക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സ്റ്റിക്കറാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇതിൻ്റെ ഫൈനൽ കാണിച്ചു തരാം. ഞാനിതേപോലെ ഒരു പിക്ചർ ഞാനിവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇതേപോലായിട്ട് കിട്ടും. മാത്രമല്ല, ഇത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ ബാക്കിൽ ബട്ടർ പേപ്പർ ഉള്ള കാരണം നമുക്കിങ്ങനെ തുറന്നു പോകില്ല. പക്ഷെ നമ്മളിപ്പോൾ ഒരു പേപ്പറിനെയാണ് തൊട്ടിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. ഇത് കണ്ടോ, നമുക്ക് എവിടെയെങ്കിലും ഇനി ബാഗ്സോ ചെറിയ ചെറിയ കുഞ്ഞു ബാഗുകളോ അതിലെന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അതിലൊക്കെ ഇട്ട് വെക്കാൻ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. പിന്നെ പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ.